അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്, ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയും 100 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ബട്ടർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അതിലേക്ക് 1 പിഞ്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ചെയ്യണമെന്നില്ല, ഒരു വിസ്ക് മാത്രം മതിയാവും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കടഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്. ജാതിക്ക പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് വേണ്ടത് പട്ട പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ കൊത്തൊക്കെ ഉണ്ടാവും, അത് ആ മാവിലോട്ട് തന്നെ തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വിസ്ക് കൊണ്ട് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബട്ടർ ഏതാണ്ട് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിലോട്ട് 4 മുട്ടയും ഓരോ മുട്ടയായിട്ട് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ചെറുതായിട്ട് പിരുന്നത് പോലെ കാണും, അത് പ്രശ്നമല്ല. അപ്പോൾ മുട്ടയൊക്കെ ഏതാണ്ട് ബീറ്റായി വന്നാൽ നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കളർ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കളറിന് ആവശ്യമായിട്ടുള്ള കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ വരട്ടി വെച്ചിട്ടില്ലേ ആ ഒരു ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ചക്ക നന്നായിട്ട് തണുത്ത് കിട്ടണം, അത് മെയിനാണ്. ചൂടോടുകൂടിയൊന്നും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. തണുത്ത ശേഷം മാത്രമേ ചക്ക ഇതിലോട്ട് ഉപയോഗിക്കാവൂ. അപ്പോൾ ചക്കയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സായി വന്നാൽ നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മാവില്ലേ അത് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് 2-3 ബാച്ചസ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പോളം അണ്ടിപ്പരിപ്പ് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് ഇവിടെ വീഡിയോയിൽ വന്നിട്ടില്ല, അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിപ്പോൾ എനിക്ക് സെയിനായിട്ടുള്ളതായതുകൊണ്ട് ഓരോ ടിന്നിലും 1/2 kg വീതമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ബാറ്റർ അളന്ന് തന്നെ എടുക്കുക. അതിനുശേഷം ടോപ്പിലും കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓവനിൽ 180 ഡിഗ്രിയിൽ 50 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്ന കേക്ക് നമുക്ക് അധികം വന്നിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഗാർണിഷൊന്നും ചെയ്തിട്ടില്ല.